നമ്മളിന്നിവിടെ സംഗമിച്ചിരിക്കുന്നത് അൽനൂർ ഇസ്ലാമിക് അക്കാദമിയുടെ സൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനത്തിലാണ്. ഇതിൻ്റെ 15ാം വാർഷികവും 4ാം സന്നദ്ധദാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ ഇവിടെ വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള 4ാമത് സന്നദ്ധദാന സമ്മേളനമാണ് ഇന്നിവിടെ ഈ പരിപാടിയോടൊപ്പം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനത്തിലാണ് നമ്മൾ ഇന്നിവിടെ നിലകൊള്ളുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്തം. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് പലതരത്തിലുള്ള വിദ്വേഷങ്ങൾ കൊണ്ട് കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണെങ്കിൽ മറുഭാഗത്ത് അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ പരസ്പരം സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. ഈ സാഹചര്യത്തിൽ മതങ്ങൾ പരസ്പരം സൗഹാർദ്ദത്തിലാവേണ്ടതിനപ്പുറം മനുഷ്യ ഹൃദയങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുമ്പിലുള്ളത്. അത്തരം ചേർത്ത് നിർത്തലിന് വേണ്ടി അങ്ങനെ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ സൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനം. ഇതിലിവിടെ എത്തിയിട്ടുള്ള മതവിദ്വേഷം കൊണ്ട് കാട്ടുതീ പടർത്തുമ്പോൾ തൻ്റെ കൈക്കുമ്പിളിൽ ആവുന്നത്ര ജലം കോരിയെടുത്ത് ആ തീയെ അണക്കുവാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവുമൊക്കെ ഈ നാടിന് എത്ര കണ്ട് അനിവാര്യമാണെന്ന് നമ്മെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട കൊപ്പൽ ചന്ദ്രശേഖരൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഏറ്റിരുന്നത് നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം അദ്ദേഹം എത്താൻ സാധ്യതയില്ല. ആ വിടവിൽ ഇവിടെ നിർവഹിക്കുന്നത് BN ഹാരിസ് ചെയർമാൻ ICT പഠന സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ നിറസാന്നിധ്യമായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൗഹാർദ്ദ സംഭാഷണത്തിന് വേണ്ടി ഉസ്താദ് അലിയാർ കാസിമി ഉസ്താദ് ഏതാനും നിമിഷത്തിനകം ഇവിടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MAK ചെമ്പരിക്കയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് വളരെ മഹോന്നതരായ വ്യക്തിത്വങ്ങളാണ്. അതിലൊരാൾ നമ്മുടെ ചെയർമാൻ്റെ ഗുരുനാഥൻ കൂടിയാണെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
ബഹുമാനപ്പെട്ട ശ്രീധൻ മാഷെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥകളിലൊക്കെ സാന്ത്വനത്തിൻ്റെ സ്പർശമായി നടക്കുന്ന അമ്പലത്തറ കുഞ്ഞികൃഷ്ണേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള അനീഫ ചൗക്കി, കെ മുഹമ്മദ് ചെർക്കള, കരീം ചൗക്കി, ഇവിടെ വരാമെന്ന് ഏറ്റെടുത്തിട്ടുള്ള AKM അസ്രഫ് സാഹിബ് മഞ്ചേശ്വരം ML, കലക്ടർ മാഹിനാജി നേരത്തെ ഇവിടെ വന്ന് പോയതാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അതുപോലെ തന്നെ ഉദുമ MLA ശ്രീ നീലകണ്ഠൻ, കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അവരുടെയൊക്കെ അസാന്നിധ്യത്തിലും ഇവരെയൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൗഹാർദ്ദ സമ്മേളനത്തിന് വേണ്ടി ഈ പരിസരത്തുള്ള അമ്പല കമ്മിറ്റിയുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഇവിടെ എത്താനിരിക്കുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ കബീർ, CB ജെയിൻസ്, NA അബ്ദുൽ ഖാദർ, റംസീന അഷ്റഫ് എടനീർ, ഇവരൊക്കെ ഇവിടെ ഏതാനും നിമിഷത്തിനകം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കൊക്കെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഈ സൗഹാർദ്ദത്തിന് ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള NC ശേഖരൻ, സുകുമാരൻ, നാരായണൻ എന്നിവർക്കും ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് ആർദ്രമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം നിർവഹിക്കുന്നതിന് വേണ്ടി MAK ചെമ്പിരിക്കയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗത ഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.